വളയഞ്ചേർക്കര കുന്നത്തുശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് തിരുവുത്സവം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വളയഞ്ചേർക്കര കുന്നത്തുശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദനം ചാർത്ത് 2026 ഫെബ്രുവരി 16 മുതൽ 25 വരെയും ഏകാദശി വിളക്ക് തിരുവുത്സവം ഫെബ്രുവരി 26, 27 തീയതികളിലും വിപുലമായാണ് ആഘോഷിച്ചത്. അവസാന ദിവസം വൈകിട്ട് കാഴ്ച ശ്രീബലി നടത്തി. തുടർന്ന് മേജർ സെറ്റ്, പഞ്ചവാദ്യം, ദീപാരാധന, ഏകാദശി വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവയോടുകൂടിയാണ് ഏകാദശി വിളക്ക് തിരുവുത്സവം സമാപനമായത്. വിപുലമായ പരിപാടികളും വൈവിധ്യമായ ആഘോഷങ്ങളോടും കൂടിയാണ് തിരുവുത്സവം സമാപിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികളും അറിയിച്ചു. വളയഞ്ചേർക്കര കുന്നത്തുശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർത്തിൻ്റെ പ്രഥമ സ്ഥാനം എന്ന് കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ദശാവതാരം ചന്ദനം ചാർത്ത് ഫെബ്രുവരി 16 തീയതി ആരംഭിച്ച് 25 തീയതിയോടുകൂടി സമാപിക്കുകയും ഏകാദശി വിളക്ക് തിരു ഉത്സവാഘോഷ പരിപാടികൾ 26, 27 തീയതികളിലായി ഭംഗിയായി നടക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ക്ഷേത്രം മേൽശാന്തി കാവിൽത്തോട്ടം ഇല്ലത്ത് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ദശാവതാരം രൂപങ്ങൾ ചന്ദനത്തിൽ അതിമനോഹരമായ രീതിയിൽ ചാർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രി കാശാംകോട്ട് ഇല്ലത്ത് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്ന് രാവിലെ ശ്രീഭൂതബലി ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും ദർശനപ്രധാനമായ കലശാഭിഷേക ചടങ്ങുകളും ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് വിപുലമായ പ്രസാദകൂട്ടും വൈകിട്ട് 4 മണിയോടുകൂടി വീരശൃംഖല ജേതാവ് ശ്രീ ചോറ്റാനിക്കര വിജയന്മാരാർ നേതൃത്വം വഹിക്കുന്ന പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പും നടന്നു. ഇന്ന് വൈകിട്ട് അതിപ്രധാനമായ ചടങ്ങുകളിലൊന്നായ ഏകാദശി വിളക്ക് എഴുന്നള്ളിപ്പ് വളയഞ്ചേർക്കര ആൽത്തറ കവലയിൽ നിന്നും ആരംഭിക്കും. നമ്മളുടെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഏകാദശി വിളക്ക് എഴുന്നള്ളിപ്പ്. അലങ്കരിച്ച രഥത്തിൻ്റെയും താലത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും ദേവനൃത്തത്തിൻ്റെയും എല്ലാം അകമ്പടിയോടെ അതിഗംഭീരമായിട്ടുള്ള നാട്ടുകാരുടെ സാന്നിധ്യത്തോടും സഹായത്തോടും സഹകരണത്തോടും കൂടി നടത്തപ്പെടുന്ന ഈ മഹോത്സവം ജാതിമതഭേദമെന്നേ എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും ഒന്നിച്ച് നടത്തുന്ന ഒരു ഉത്സവമായിട്ടാണ് വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു 15-20 ലക്ഷത്തോളം വരുന്ന രൂപ നല്ലവരായ ഭക്തജനങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മാത്രം സ്വരൂപിച്ചിട്ടാണ് ഈ പരിപാടികൾ ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. നാളിതുവരെ ഇതിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഭക്തജനങ്ങളും നാട്ടുകാരും വളരെ നല്ല രീതിയിൽ കുന്നത്തുശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്ര ഹൈന്ദവ സേവാ ട്രസ്റ്റിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.